യാഗത്തിന് ശേഷമുള്ള അയോധ്യ അതിനു മുന്നേ പോലെ ആയിരുന്നില്ല. എങ്ങും ഉത്സവമായിരുന്നു. വാഗ്ദാനങ്ങൾ സത്യമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതീക്ഷകൾ കൃത്യമായി പേരെടുത്തു. പുത്രകാമേഷ്ടി യാഗത്തിന്റെ കർമ്മഫലമായി ഗർഭാവസ്ഥ 3 പത്നിമാരിലും വിരിഞ്ഞു തുടങ്ങി. എങ്ങും അയോധ്യ സന്തോഷത്തിൽ ആറാടുന്ന സമയം. പക്ഷെ ഒരു ദൃഷ്ടിയിൽ അയോധ്യപ്പെടുന്നു. ആദ്യം ആ കണ്ണുകൾ ക്ഷമയോടെ അയോധ്യയെ വീക്ഷിച്ചു. അയോധ്യയുടെ യാത്രകളും വളർച്ചകളും തളർച്ചകളും ആ കണ്ണുകൾ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവസാന സമയമായി എന്ന് അയാൾക്ക് ഉൾവിളിയുണ്ടായപ്പോൾ അയാൾ അയോധ്യയെ ഒന്ന് സ്പർശിച്ചു. പ്രണാമം. തെക്കും ദേശത്തു നിന്ന് അവിടുന്നേക്കൊരു ദൂതുണ്ടായിരുന്നു. ദാരുണ, അതെന്താണെന്ന് നോക്കൂ, ദശരഥൻ പറഞ്ഞു. ദശരഥന്റെ ദൂതൻ ആ വിദേശിയുടെ ദൂത് വായിക്കാൻ തുടങ്ങി. ഭാരതം വാഴുന്ന മഹാനായ ദശരഥൻ അറിയുന്നേ, ഇത് ലങ്കയുടെ ചക്രവർത്തിയായി രാവണന്റെ ദൂതായി മാനിക്കും. നമ്മൾ കാലങ്ങളായി വ്യാപാരങ്ങൾ ചെയ്യുന്നു. പക്ഷേ മിതമായ നിരക്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാപാരങ്ങളിൽ നിന്ന് ലങ്കയ്ക്ക് ആവശ്യമായ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ കഴിയാത്തതിനാൽ അങ്ങ് ലങ്കയോട് കനിവ് കാട്ടി ഇനി മുതൽ ഓരോ ചരക്കിനുമേലും ഒരു കിഴി നാണയം ചുങ്കമായി നൽകണമെന്ന് അറിയിച്ചുകൊള്ളു. ഇത് ലങ്കയുടെ ശബ്ദമായി പരിഗണിച്ച് ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും ലങ്കാരാജൻ ഈ ലേഖനം മൂലം അറിയിച്ചുകൊള്ളു. ഇല്ല! ദൂത് വായിച്ചു തീർന്നതും ദശരഥൻ കോപം കൊണ്ട് വിറകൊണ്ടു. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് ദൂത് പിടിച്ചു വാങ്ങിയ ശേഷം വിദേശ ദൂതനോടായി പറഞ്ഞു. ഹേയ് രാവണന്റെ അഭിചാരക, നീ ആദ്യം എന്താണ് പറഞ്ഞത്? തെക്കൻ രാജ്യമോ? അതിന് ലങ്കയെ ആരാണ് ഒരു രാജ്യമായി പരിഗണിച്ചിരിക്കുന്നത്? രാവണനെയും അവന്റെ സഹോദരനെയും മികച്ച ചെറുപ്പക്കാരായ 2 വ്യാപാരികൾ. അങ്ങനെയേ നാമും ഈ അയോധ്യയും അവനെ പരിഗണിച്ചിട്ടുള്ളൂ. പോകൂ, കുറുക്കനായ ആ രാവണനോട് പോയി പറയൂ, അവൻ മാനുകളെ അവന്റെ ഉളിപ്പല്ലുകൾ കാട്ടി ഭയപ്പെടുത്തുന്നത് പോലെ കാട്ടുരാജനെ ഭയപ്പെടുത്താൻ നോക്കരുതെന്ന്. നിശ്ചയം അതവന്റെ വിനാശത്തിനായിരിക്കും. അന്ന് സന്ധ്യ മയങ്ങിയിട്ടും അയോധ്യയിലെ രാജ്യസഭ അവസാനിച്ചിരുന്നില്ല. അയോധ്യയുടെ രാജന് പ്രണാമം. വസിഷ്ഠൻ മുന്നോട്ട് വന്നു. പ്രണാമം ഗുരുശ്രേഷ്ഠ. രാജൻ, അങ്ങ് രാവണനെ സംബോധന ചെയ്ത വാക്ക് ശ്രേഷ്ഠൻ തന്നെ. കുറുക്കൻ. അതെ, അവനീ പ്രവർത്തിക്കുന്നതും അതേ തന്ത്രം തന്നെ രാജൻ. മഹാരാജ, എൻ്റെ കാഴ്ചപ്പാടിൽ സമുദ്രത്തിൽ ചെറുമീനുകളെ ഇട്ട് വലിയ മീനെ പിടിക്കാൻ ശ്രമിക്കുന്ന അതേ ഒരു പ്രക്രിയ മാത്രമാണിത്. കപ്പൻ ചോദിച്ചത് ഒരു കാര്യമല്ല, പ്രശ്നം അതിൻ്റെ പിന്നിലിരിക്കുന്ന ദൃഷ്ടിയിലാണ്. അവൻ ചോദിക്കുന്നത് കരങ്ങളാണെങ്കിലും പക്ഷെ അവൻ ശ്രമിക്കുന്നത് നമ്മുടെ മഹത്വത്തെ അവന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടെന്നും മറ്റുള്ളവരെ അറിയിക്കുക എന്നത് മാത്രമാണ്. ഇതൊരു അഭ്യർത്ഥനയല്ല രാജൻ. ഇവിടെ അവൻ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് അവൻ്റെ അഹങ്കാരത്തിനുള്ള ആണിക്കൽ ഭാരതത്തിൻ്റെ മുകളിൽ അടിച്ചുറപ്പിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇതിനവനെ അനുവദിച്ചുകൂടാ രാജൻ. കുറച്ചു നാളുകൾ കൂടി ദശരഥൻ വീണ്ടും ഒരു രാത്രിയിൽ തനിച്ചിരിക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ മോഹങ്ങളിൽ നിന്ന് ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ഒരു രാജ്യതലവനെ പോലെ ചിന്തിക്കേണ്ട സമയം. മഹർഷി പറഞ്ഞ പോലെ ഇത്രയും സമ്പന്നമായ ലങ്കയ്ക്ക് അയോധ്യയിൽ നിന്ന് കിട്ടുന്ന അധിക നികുതി അല്ല അവൻ്റെ ലക്ഷ്യം. അവൻ പിൻവഴിയിലൂടെ മറ്റെന്തോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതീവ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ
കാലങ്ങൾ കൂടിയുള്ള സന്തോഷ നാളുകളിലൂടെ പോവുകയായിരുന്നു. എന്നാലിപ്പോൾ സമാധാനമുള്ള ദിനരാത്രങ്ങൾ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമെന്നാണോ? കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള ദശരഥന്റെ രാജസദസ്സ് പെട്ടെന്നൊരു ഭൃത്യൻ പ്രത്യക്ഷനായി. പ്രഭു, ഒരു അടിയന്തര സന്ദേശമുണ്ട്. നമ്മുടെ കടൽ മാർഗമുള്ള ചരക്കുകളെല്ലാം തടയപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു. വേഗം തന്നെ രണ്ടാമത്തെ സേവകനും പ്രത്യക്ഷനായി. പ്രഭു, നമ്മുടെ വഴിമാർഗമുള്ള ചരക്കുകൾ ഭീഷണിപ്പെടുത്തി വഴി തിരിച്ചു വിടപ്പെടുന്നു. മൂന്നാമത്തെ സേവകനുമെത്തി. പ്രഭു, രാത്രികാലങ്ങളിൽ പല കർഷകരുടെയും വിത്ത് സംഭരണശാലകൾ അതിക്രമിക്കപ്പെട്ട് അഗ്നിക്ക് ഇരയാക്കപ്പെടുന്നു. സരയൂ തീരം അശാന്തിയിൽ പെടുന്നു തിരുമനസേ. മുനിശ്രേഷ്ഠർക്ക് ഏകാഗ്രത ഭഞ്ജിക്കുന്നതും രഹസ്യ ഭീഷണികൾ ഉയരുന്നു. ഇത് കേട്ട ദശരഥൻ വ്യാകുലത കൊണ്ട് മുറുകി. ഇത് നാം പ്രതീക്ഷിച്ചതല്ല. അവൻ പ്രത്യക്ഷമായ ഒരു പ്രതികരണത്തിന് മുതിരാതെ ഭീരുവിനെ പോലെ അവനവൻ്റെ രീതിയിൽ തന്നെ ഉപരോധം ആരംഭിച്ചു. വ്യാപാരങ്ങൾ തടയപ്പെടുന്നു. ദൈവങ്ങൾക്കുള്ള പൂജകൾക്ക് വരെ കുഴപ്പമുണ്ടാകും. ഇപ്പോഴും അയോധ്യയുടെ ആത്മാവിന് മുറിവുണ്ടാകുന്നുണ്ടെന്ന് ആരും പറയില്ലായിരിക്കാം. പക്ഷേ ഒരു രാജാവിൻ്റെ ദീർഘവീക്ഷണത്തോടെ നാം ഇതിനെ നോക്കിക്കാണും. ഒച്ചയില്ലാത്ത യുദ്ധം, അഥവാ അയോധ്യയുടെ ആത്മാഭിമാനത്തിൽ അവൻ്റെ ഇരുണ്ട ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുകയാണ് ആ കാപാലികൻ. ദശരഥന്റെ രാജ്യസഭാംഗങ്ങൾ ഓരോരുത്തരായി അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. അവസാനം എല്ലാ സംഘർഷവും നിസ്സഹായതയും വേറെയൊരു തലവനെ പോലെ ദശരഥൻ പറഞ്ഞു തുടങ്ങി. ഞാനൊരു തീരുമാനത്തിലെത്തുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് പറയുക. അയോധ്യ ലങ്കയ്ക്ക് കപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അയോധ്യ തൻ്റെ അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. ഈ ഉപരോധത്തിന് മുന്നിൽ അയോധ്യ തലകുനിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ ദശരഥൻ ഒരു അച്ഛൻ എന്ന രീതിക്ക് ചിന്തിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞാൻ അയോധ്യ രാജൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുകയാണ്. അതെ, ഞാൻ തന്നെ അയോധ്യയുടെ രാജനായ നാം ദശരഥൻ ലങ്കാധിപനായ രാവണനോട് യുദ്ധം പ്രഖ്യാപിക്കും. ദശരഥന്റെ ആ വാക്കുകളെ ആവേശത്തോടെ രാജസേന ഇത് ഭാരതത്തിന്റെ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ലങ്ക. എല്ലാവിധ സൗകര്യങ്ങളും ആഡൃത്തവും ചേർന്ന ഒരു നഗരം അത് രാവണൻ ആ ലങ്കയിൽ സൃഷ്ടിച്ചെടുത്തു. രാവണൻ അന്ന് വലിയ സന്തോഷവാനായിരുന്നു. രാവണന്റെ ലക്ഷ്യം കപ്പമല്ലായിരുന്നു, യുദ്ധവുമല്ലായിരുന്നു. ലക്ഷ്യം അയോധ്യയെ താഴെ ഇറക്കുക. അതവർ കപ്പം തരാൻ കൂട്ടാക്കിയാലും അല്ല യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാലും ഫലത്തിൽ ഒന്നു തന്നെ. അയോധ്യ രാവണനെ അടിയറവ് പറഞ്ഞു, ഭാരതം അടിയറവ് പറഞ്ഞു. ഇപ്പോൾ ലക്ഷ്യം വിജയിച്ചിരിക്കുന്നു. കൽപ്പന വന്നത് അയോധ്യയിൽ നിന്നാണെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചത് ലങ്കാധിപനായി. ഇപ്പോൾ അവൻ വന്നു. ഭക്ഷണം കണ്ട് മോഹിച്ച ഒരു എലിയെപ്പോലെ എന്റെ ചില്ലുകൂട്ടിലേക്ക്. പക്ഷേ ദശരഥന്റെ അന്തഃപുരത്തെ അവസ്ഥ ഇതൊന്നുമായിരുന്നില്ല. വളരെ ആഗ്രഹിച്ചു കിട്ടിയ ഒരു സ്ത്രീയിലെ സന്തോഷത്തെ അതേ നാണയത്തിന്റെ മറുഭാഗം കൊണ്ട് ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരു അവസ്ഥയായിരിക്കുന്നു. യുദ്ധത്തിന് പോകരുതെന്ന് ഒരു ഭാര്യയ്ക്ക് പറയാൻ സാധിക്കുമായിരിക്കും, ഒരമ്മയ്ക്കും സാധിക്കുമായിരിക്കും.
പക്ഷേ അയോധ്യയുടെ മഹാറാണികൾക്ക് എങ്ങനെ സാധിക്കും? കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അയോധ്യയുടെ അഭിമാനത്തെയാണ്. അങ്ങനെ യുദ്ധകളം സർവ്വവിധ സന്നാഹത്തോടെയും ഒരുങ്ങി. കൊത്തിവെച്ച ശില്പം പോലെ അയോധ്യ സേനയും ലങ്കൻ സേനയും മുഖത്തോട് മുഖം നോക്കി നിന്നു. എല്ലാം ശാന്തമാണ്. പക്ഷേ ആഞ്ഞു വീശാൻ പോകുന്ന ചുഴലിക്കാറ്റിന് മുന്നേ ഉള്ള ഒരു ശാന്തം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അത് ദശരഥ ആഗ്രഹിച്ചിരുന്നതല്ല. അതെ, ഈ യുദ്ധം അത് രാവണന്റെ ആഗ്രഹമാണ്. അതവൻ നേടിയെടുക്കുകയും ചെയ്തു, ദശരഥന്റെ ഹൃദയത്തിലൂടെ. അയോധ്യയുടെ യുവരാജാക്കൻ അവർ ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതയുള്ളിടത്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ അവരുടെ അച്ഛൻ ഈ ലോകത്ത് ഏറ്റവും അസുരക്ഷതയുള്ളിടത്ത് അഭിമാനത്തിനായി പൊരുതാൻ തയ്യാറാകും. യുദ്ധം അത് സുനിശ്ചിതമായി, അതിനെ ഇല്ലാതാക്കാൻ ആർക്കുമാകും. പക്ഷേ ഈ യുദ്ധം വരാൻ പോകുന്ന വിപത്ത് എന്തെന്ന് രാവണനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാകും. അതോ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ദശരഥന്റെ പതനത്തിന്? നമുക്ക് നോക്കാം.